من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ സ്വകാര്യ സന്ദർഭങ്ങളിലും പരസ്യമേഖലയിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അത്യുദാരനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ത്യാഗമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളാണ്. ഇസ്ലാം എന്നുള്ള വിശുദ്ധമായ ആദർശത്തെ നമ്മൾ ഒരിക്കലും തെരഞ്ഞെടുത്തതേയല്ല. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായി. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യദീനിനെ നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടി എത്ര വലിയ ത്യാഗങ്ങൾ സ്വജീവിതത്തിൽ സഹിച്ചു എന്ന് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും. അത്രമാത്രം തീക്ഷ്ണമായ പരീക്ഷണങ്ങൾക്ക് നടുവിൽ കൂടി ജീവിക്കേണ്ടി വന്ന ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ആദർശവും മതവും ഇസ്ലാമാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ മുൾമുനയിൽ നിർത്തപ്പെടുന്ന ഒരാദർശമായി ഇസ്ലാം മാറുന്നത്? കാരണം കാരുണ്യത്തിന്റെ പ്രവാചകൻ ഈ സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആളുകളുമായിട്ടും സംവദിച്ചിട്ടുണ്ട്, അവരെ സ്വാധീനിച്ചിട്ടുണ്ട്, ജീവിതത്തെയാണ് സ്വാധീനിച്ചത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാ 107-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പ്രവാചകരെ ലോകർക്കാകെ കാരുണ്യമായിക്കൊണ്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന, അനുധാവനം ചെയ്യുന്ന ആദർശ മതം എന്ന് പറയുന്നത് ലോകർക്ക് കാരുണ്യമായി അയക്കപ്പെട്ട പ്രവാചകന്റെ മതമാണ്. അവസാനത്തെ പ്രവാചകൻ, ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹവും തന്റെ അനുചരന്മാരും കാണിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, ത്യാഗം മാത്രമല്ല, സ്നേഹം, കാരുണ്യം ചരിത്രത്തിൽ തങ്കലിപികൾ കൊണ്ട് എഴുതപ്പെട്ടിട്ടുണ്ട്.
നമ്മൾ ചരിത്രത്തിൽ കൂടി കണ്ണോടിക്കുമ്പോൾ, ലൈവായിട്ട് നമ്മൾ അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് ബോധ്യാവും 10 വർഷത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത, സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, ഖദിംതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ ഖദിംതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ ഫമാ ഖാല ലി ഉഫ്ഫിൻ വലാ ലിമാ സനഅത വലാ അല്ലാ സനഅത. അദ്ദേഹം പറയാണ്, 10 വർഷത്തോളം ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, ഒരു സേവകനായി നിന്നിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അനസ് ഒരു കാര്യത്തെ സംബന്ധിച്ച് നീ എന്തിന് ഇങ്ങനെ ചെയ്തു, ഒരു കാര്യം നീ എന്തിന് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്ന ഒരു ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലാന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്വഹീഹായിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം. അതായത് തന്റെ കൂടെ വർഷങ്ങളോളം ജോലി ചെയ്ത യുവാവായ ചെറുപ്പക്കാരനായ ഒരു സേവകനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ക്ഷമ, ആ ക്ഷമ എന്ന് പറഞ്ഞാൽ 10 വർഷത്തോളം എന്ന് പോലും പറഞ്ഞില്ല. അദ്ദേഹം മുഖം ചുളിച്ചുകൊണ്ട്, കയർത്തുകൊണ്ട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല. അത് സഹിഷ്ണുതയുടെയും ഉന്നതമായ സ്വഭാവ മഹിമയുടെയും ഉദാഹരണമാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കൂടി നമ്മൾ കാണുന്ന ഒന്നാമത്തെ മാതൃകയാണ്. രണ്ടാമത്തെ ഒരു സംഭവം നമുക്കറിയാം. മക്കയിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഖുറൈശികൾ ഇസ്ലാം സ്വീകരിക്കാൻ വൈമനസ്യം പ്രകടിപ്പിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ വേണ്ടി 80 കിലോമീറ്റർ ദൂരെയുള്ള ത്വായിഫിലേക്ക് നടന്നുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്നത് അല്ലെങ്കിൽ സഞ്ചരിച്ചത് സെയ്ദ് ബിൻ ഹാരിസ് എന്ന സ്വഹാബിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹും ത്വായിഫിലേക്ക് യാത്ര ചെയ്യാണ്. നമുക്കറിയാം, ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷം എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ ത്വായിഫിലെത്തിയ സന്ദർഭത്തിൽ അവിടെയുള്ള സഖീഫ് ഗോത്രം അതിന്റെ നേതാക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, അല്ലെങ്കിൽ അവരോട് അഭയം ചോദിക്കണം. ഈ 2 പർപ്പസ്, ഈ 2 ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെല്ലുന്നത്. എന്നാൽ ഗോത്ര നേതാക്കൾ ചെറിയ കുട്ടികളെ, നമ്മൾ സാധാരണ പറയാറുണ്ട്, അങ്ങാടി പിള്ളേരെ അയച്ചുകൊണ്ട് കല്ലെറിയാനും പരിഹസിക്കാനും കളിയാക്കി വിടാനും അതാണ് ശ്രമിച്ചത്. ആ സന്ദർഭത്തിൽ ഈ വികൃതി പിള്ളേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായിട്ട് പെരുമാറുകയും എറിയുകയും, ആ എറിയലില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകളിൽ മുറിവേറ്റു, രക്തം ചീറ്റി. ഈ സന്ദർഭത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കുകയാണ്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിവ് സംഭവിക്കുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെടുന്നത് ഇന്ന് ത്വായിഫിൽ യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും. അദ്ദാസ് എന്ന ഇസ്ലാം സ്വീകരിച്ച ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ തോട്ടത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും ആ തോട്ടം നമുക്ക് പോവാനും സന്ദർശിക്കാനും പറ്റും. ഇന്ന് ടൂറിസ്റ്റുകൾക്ക് സന്ദർശിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. ആ തോട്ടത്തിൽ അഭയം പ്രാപിച്ചു. അവിടെ വെച്ച് അള്ളാഹുവോട് തന്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആ തോട്ടത്തിലെ ക്രിസ്ത്യാനിയായിട്ടുള്ള അദ്ദാസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്തിരി നൽകിക്കൊണ്ട് സ്വീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയ അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ സന്ദർഭത്തിൽ ഏറ്റവും വലിയ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, മടക്കയാത്രയിൽ ത്വായിഫിൽ നിന്നുള്ള ആരും ഇസ്ലാം സ്വീകരിക്കുന്നില്ല.
കുട്ടികളെ വിട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിച്ചു. ആ സന്ദർഭത്തിൽ കർനുൽ മനാസിൽ, ഇന്ന് ത്വായിഫിലെത്തുന്ന ആളുകൾക്കറിയാം കർനുൽ മനാസിൽ എന്നുള്ളത് നമ്മളെ ഉംറ നിർവഹിക്കാനും ഹജ്ജ് നിർവഹിക്കാനും ഒക്കെ ഇഹ്റാം കെട്ടുന്ന ഒരു പ്രദേശമാണ്. ആ കർനുൽ മനാസിൽ എന്ന സ്ഥലത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുകയും മലക്കുകളുടെ ചുമതലയുള്ള ഒരു മലക്കിനെ പരിചയപ്പെടുത്തി. ഈ മലക്കിനെ എന്തിനാ പറഞ്ഞയച്ചത്? ത്വായിഫുകാരെ രണ്ട് മലയുടെ ഇടയിൽ വെച്ചുകൊണ്ട് ചതച്ചരച്ച് കളയാൻ, നശിപ്പിച്ചു കളയാൻ ഓർഡർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഓർഡർ കൊടുത്താൽ മതി, ആ പണി മലക്കുകൾ നിർവഹിക്കുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജുല്ലാഹ് മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രിക് ബിഹി ശൈഅ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞ മറുപടി ഇതാണ്: വേണ്ട, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത, അവനെ മാത്രം ആരാധിക്കുന്ന ഒരു തലമുറയെ അവൻ ഇവരുടെ നട്ടെല്ലുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങേയറ്റം ഉപദ്രവം സഹിച്ചു. 80 കിലോമീറ്ററോളം യാത്ര ചെയ്തു. ആ നാട്ടുകാർ ബഹിഷ്കരിച്ചു. ആ സന്ദർഭത്തിൽ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അവരിൽ നിന്ന് പ്രതീക്ഷ കൈവിടാതെ അവർക്കനുകൂലമായിട്ടാണ് ദുആ ചെയ്തത്. ഇതാണ് കാരുണ്യത്തിന്റെ പ്രവാചകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ കാരണം. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, ഇസ്ലാമിക ചരിത്രത്തിൽ ഉമ്മത്തിന്റെ പണ്ഡിതൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ത്വായിഫിലേക്ക് പോവാണ്. ആ ത്വായിഫിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇസ്ലാമിക ദഅ്വാ രംഗം ഏറ്റവും സജീവമായ കാലഘട്ടമായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റേത്. ഖുർആനും ഹദീസുകളും പഠിക്കാൻ വേണ്ടി നാനാ ദിക്കുകളിൽ നിന്ന് ആളുകൾ അവിടെ എത്തി എന്നുള്ളത് ഇന്നും ചരിത്രം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള പള്ളി ഇന്ന് ത്വായിഫ് സന്ദർശിക്കുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കും. ഇപ്പൊ എന്താ ഇന്ന് മനസ്സിലാകുന്നത്? പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നുള്ള ഒരു വലിയ പാഠം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഒരു ഉദാഹരണം, മക്ക വിജയത്തിന്റെ അവസരം. നമുക്കറിയാം, ദീർഘ പീഡനങ്ങൾക്ക് ശേഷം മദീനയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മക്കയിലേക്ക് വരുന്നത് മക്ക ഫത്ഹിന്റെ അവസ്ഥയിലാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ആ മക്ക ഫത്ഹുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ സഹായം, മഹത്തായ വിജയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയെത്തി. മക്ക കീഴടക്കിയിട്ടുള്ള ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയിരുന്ന ആളുകളോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഏത് രീതിയിൽ പെരുമാറുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? മക്ക എന്റെ കൺട്രോളിൽ വന്നു, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് എങ്ങനെ പെരുമാറും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, അവിടെ കൂടിയിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, താങ്കൾ ഉദാരനാണ്, ഉദാരനായ സഹോദരനാണ്, ഉദാരനായിട്ടുള്ള സഹോദരന്റെ മകനുമാണ്. താങ്കളിൽ നിന്ന് ഉദാരതയല്ലാതെ മാന്യതയല്ലാതെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ലാ തസ്രിബ അലൈക്കുമുൽ യൗം ഇദ്ഹബൂ ഫഅൻതുമുത് തുലഖാ. ഇന്ന് നിങ്ങളോട് യാതൊരു പ്രതികാരവുമില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദീർഘകാലം ഉപദ്രവിച്ച, പ്രയാസപ്പെടുത്തിയ, പീഡനങ്ങൾ നൽകിയ ആ സമൂഹത്തിന് മാപ്പ് കൊടുക്കുന്ന കാരുണ്യത്തിന്റെ പ്രവാചകൻ. നമ്മൾ ആലോചിച്ചു, ഇന്നത്തെ ഒരു ഫെസിലിറ്റീസും അവിടെയല്ല. എല്ലാവിധ പരീക്ഷണങ്ങളും ത്യാഗങ്ങളും ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അവരോട് പ്രതികാരം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവർക്ക് മാപ്പ് നൽകുകയാണ്. ഇനി മറ്റൊന്ന്, മദീന പള്ളിയിൽ ഒരു അറബിയായിട്ടുള്ള, കാട്ടറബിയായിട്ടുള്ള ഒരാൾ വന്ന് മൂത്രമൊഴിക്കുകയാണ്. മൂത്രമൊഴിച്ച വേളയിൽ നമുക്കറിയാം, സഹാബയെ കിറാം പെട്ടെന്ന് എഴുന്നേറ്റു, ഞങ്ങൾ അയാളെ കൈകാര്യം ചെയ്യട്ടെയോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മൂത്രമൊഴിക്കട്ടെ. മൂത്രമൊഴിച്ചതിന് ശേഷം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് അവിടേക്ക് ഒഴിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, കൃത്യമായി ബോധ്യപ്പെടുത്തു. ഇത് അള്ളാന്റെ ഭവനമാണ്, ഈ ഭവനത്തിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ്, ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല. ആ വ്യക്തി പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അത്?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച കാരുണ്യം, സ്നേഹം, ആർദ്രത. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, ഉഹുദ് യുദ്ധവേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടി, മുഖത്ത് പരിക്കേറ്റു. അനുചരന്മാർ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. അത്രമാത്രം വലിയ പ്രയാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ വേളയിൽ ശത്രുക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കണം പ്രവാചകരെ. ഇത് പറയുന്ന സമയത്ത് പ്രവാചകൻ പറയാണ്, ഇന്നി ലം അബ്അസ് ലഅനൻ ഇന്നമാ ബഅസ്തു റഹ്മ. അതായത് തീർച്ചയായും ഞാൻ ശപിക്കുന്നവനായിട്ടല്ല അയക്കപ്പെട്ടിരിക്കുന്നത്, എന്നെ ശപിക്കാനല്ല അയച്ചത്, മറിച്ച് കാരുണ്യമായിട്ട് അയക്കപ്പെട്ടവനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരുണ്യത്തിന്റെ പ്രവാചകൻ, ആ പ്രവാചകന്റെ അനുയായികൾ എത്രത്തോളം ക്ഷമിക്കാൻ സാധിക്കും അത്രത്തോളം ക്ഷമിക്കാൻ കഴിയേണ്ടവരാണ് നമ്മൾ. അങ്ങനെയാണ് ഇസ്ലാം പ്രചരിക്കപ്പെട്ടത്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഗഫിർലി ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, എന്റെ ജനതയ്ക്ക് പുറത്തു കൊടുക്കണമേ, കാരണം അവർ വിവരമില്ലാത്തവരാണ്. ഈ ആരോപണങ്ങൾ ഫേസ്ബുക്കിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ കൂടിയും ഇസ്ലാമിനെ കുതിര കയറുന്ന ഒരുപാട് ആളുകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് തിരിച്ച് തെറി പറയുന്ന ഒരു സാഹചര്യം ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നോ എഴുത്തിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കൃത്യമായ മെസ്സേജ് ഇത്തരം പാഠങ്ങൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മിൽ നിന്നുണ്ടാവേണ്ടത് ഏറ്റവും ഉന്നതമായ സ്വഭാവവും ഉന്നതമായ മാതൃകയുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ ഉണർത്താണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫല്ലു മിൻ ഹൗലിക്. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് മാത്രമാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത്. ആലോചിച്ച് നോക്കിയേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുന്ന ഓരോ ആളും, ഇതൊക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നു, ഓരോ വ്യക്തിക്കും ഫീൽ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണെന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുന്ന, അദ്ദേഹത്തോട് പെരുമാറുന്ന ഓരോ ആൾക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുക, നമ്മളെ കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതെങ്ങനെ ഇസ്ലാമിലേക്കാൾ വരിക? അപ്പൊ തകരാറ്, പ്രൊഡക്റ്റ് നല്ലതാണ്, മാർക്കറ്റ് ചെയ്യുന്ന ആൾ മോശമാണ്. നല്ല ഉൽപ്പന്നമുണ്ട്, നമ്മളെ കയ്യിൽ ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിന്റെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൊഡക്റ്റ് നല്ലതാണ്. ആ പ്രോഡക്റ്റ്, ആ ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തി ആര്? അത് വളരെ പ്രധാനമാണ്. നമ്മളെ കയ്യിലുള്ള പ്രോഡക്റ്റ് ഇസ്ലാമാണ്. ആ ഇസ്ലാം എന്നുള്ള ഉൽപ്പന്നത്തെ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന, ഇത് അഡ്വക്കേറ്റ് ചെയ്യുന്ന, ഇത് പ്രബോധനം നിർവഹിക്കുന്ന ഈ ചങ്ങാതി, ഇയാൾ റോൾ മോഡലാണോ? ആളുകൾ ചോദിക്കുകയാണ്. എന്ത് ഖുത്ബ, എന്ത് ക്ലാസ്, മൂപ്പരുടെ വ്യക്തി ജീവിതം വളരെ മോശമാണ്. നമ്മളൊക്കെ എടുത്ത് ഓരോരുത്തരും വന്ന് പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഞാൻ മിമ്പറിൽ കയറി സംസാരിക്കുമ്പോൾ ഞാൻ ഖത്തീബാണ്. ഞാൻ എന്റെ നാട്ടിലെത്തിക്കഴിഞ്ഞാലും ഞാൻ ഖത്തീബാണ്. ആളുകൾ എന്നെ ഒബ്സർവ് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത് ഞാനൊരു ഖത്തീബ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ എന്റെ അടുത്തൊരു ഫാൾട്ട് ഉണ്ടാവുമ്പോ അത് വലിയ ഫാൾട്ടാണ്, സാധാരണക്കാരന്റെ അടുത്തുണ്ടാവുന്ന ഫാൾട്ട് പോലെയല്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാവണം. അങ്ങനെ മാതൃകയാവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
വിശുദ്ധ ഖുർആനായിരുന്നു. അതായത് വിശുദ്ധ ഖുർആൻ എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് ജീവിച്ച ഉന്നത മൂല്യങ്ങൾ ഉൾക്കൊണ്ട ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എന്റെ പ്രിയതമൻ. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളു മിൻ ഹൗലിക്. അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത്. അപ്പൊ വിശ്വാസിയുടെ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് സൗമ്യതയാണ്, വിനയമാണ്, അഹങ്കാരമല്ല. നേതാക്കന്മാർക്കുണ്ടാവേണ്ടത് അതാണ്. ചില ആളുകളുടെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല, കാരണം അയാൾക്ക് വിനയല്ല, സൗമ്യതല്ല. അപ്പൊ ആളുകൾ നിരീക്ഷിക്കുന്നു, സൗമ്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത്. താങ്കൾ കഠിന ചിത്തനും കഠിനമായി പെരുമാറുന്നവനും ക്രൂര ഹൃദയത്തിന്റെ ഉടമയുമായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുമായിരുന്നു, നിങ്ങളുടെ അടുത്തേക്ക് ഒരാളും അടുക്കുമായിരുന്നില്ല. ഇംഗ്ലീഷ് പറയും, യുവർ പ്രസൻസ് ഷുഡ് ഗിവ് ഹാപ്പിനെസ് ഫോർ ആൾ. നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യവും സമീപനവും പെരുമാറ്റവും ഉത്കൃഷ്ടമായതുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഇഷ്ടപ്പെട്ടതുകൊണ്ട് പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് ആളുകൾ പോയിട്ടില്ല. അത്രത്തോളം പ്രവാചകനെ ഇഷ്ടപ്പെട്ട അനുയായികൾ. ആ അനുയായികൾ പ്രവാചകനെ ഇത്തിബായ് ചെയ്യാൻ, പ്രവാചകനെ അനുധാവനം ചെയ്യാൻ മത്സരിക്കരുത്. ഇല്ലാത്തത് കൊണ്ടല്ല, വിദേഹത്തുകൾ കൊണ്ടല്ല. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് എന്തുണ്ട്? അതാ ഗവേഷണം. എന്നിട്ട് പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് വിളംബരം ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ തന്നെ ലൈവാക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതാ നമ്മൾ പഠിക്കേണ്ടത്. അത് ഹദീസ് വചനങ്ങളിൽ സ്വഹീഹായിട്ടുള്ള രേഖകളിലുണ്ട്. അതിവിടെയുള്ള സുന്നി മുജാഹിദും ജമാഅത്തും എല്ലാവർക്കും കൃത്യമായി കണ്ടെത്താൻ പറ്റും. ഇന്ന് അതിനുള്ള ടെക്നോളജി വളരെ കൃത്യമാണ്. പക്ഷെ അത് നോക്കില്ല. ഏതോ വാറോലകളിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാം എന്നുള്ള പേരിൽ ആഘോഷിക്കാൻ വേണ്ടി ആളുകൾ മെനക്കിടുക, മത്സരിക്കുകയാണ്. സഹോദരന്മാരെ, ഒരു കാര്യം മാത്രമേ ഉണർത്താനുള്ളൂ. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അത് കൃത്യമായി ദീനാണോ അല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ നമുക്ക് തന്നത്. ആ ദീൻ തന്നതിന് ശേഷം പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അണപ്പല്ലുകൾ കൊണ്ട് എന്റെ സുന്നത്തിനെ നിങ്ങൾ കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞു. ഒരു കാലഘട്ടം വരും, ശരി തെറ്റായും തെറ്റ് ശരിയായിട്ടും വ്യാഖ്യാനിക്കപ്പെടും. അവിടെയാണ് നമ്മൾ സുന്നത്തിന്റെ ആളുകളാവേണ്ടത്. നാം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മാപ്പ് നൽകുക, വിട്ടുവീഴ്ച നൽകുക. നമ്മളൊക്കെ ലൈഫിൽ, കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ മാതൃക എന്തിലാണ്? വിട്ടുവീഴ്ചയിലാണ്, മാപ്പ് നൽകുന്നതിലാണ്. അപ്പോൾ എനിക്ക് പറയുന്ന ഖതീബായ എനിക്ക് സാധിക്കാതെ പോകുന്ന കാര്യം എന്താണ്? മാപ്പ് നൽകാനാണ്. കാരണം ശൈത്താൻ എന്നെ അങ്ങേയറ്റം പിടിക്കുന്നുണ്ട്. പല കുടുംബ പ്രശ്നങ്ങളുടെയും അടിയാധാരം മാപ്പ് കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, തെറ്റുകളോട് സഹിഷ്ണുത കാണിക്കാൻ മൃദു സമീപനം. ഏത്? ആ മൂത്രമൊഴിച്ച സംഭവം ആലോചിച്ച് നോക്കുങ്ങള്. മൂത്രമൊഴിച്ചപ്പോ ഉടനെ തന്നെ അവനെ വകവരുത്താനല്ല, അയാൾ അറിവില്ലാതെ പള്ളി വന്ന് മൂത്രമൊഴിച്ച അയാൾ മൂത്രമൊഴിക്കട്ടെ, മൂപ്പരുടെ പ്രയാസം മാറ്റട്ടെ, എന്നിട്ട് മൂപ്പരോട് ഗുണദോഷിച്ചു. 3, നമ്മുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള മാന്യമായിട്ടുള്ള പാഠം അനസ് റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിലുണ്ട്. അതുപോലെ വാത്സല്യവും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കേണ്ട വികാരങ്ങളാണ്. മൃഗത്തോടാവട്ടെ, പ്രകൃതിയോടാവട്ടെ, സഹജീവികളോടാവട്ടെ, എല്ലാവരോടും കാരുണ്യം പ്രകടിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായത്തിലെ മെമ്പേഴ്സാണ് ഈ പള്ളിയിലിരിക്കുന്ന ഞാനും നിങ്ങളും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കാനുള്ള പരിശ്രമങ്ങൾ, പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. മുസ്ലിമായിക്കൊണ്ടല്ലാതെ നമ്മൾ മരിക്കരുത് എന്ന് കേൾക്കുമ്പോൾ മുസ്ലിം ആവാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلما وألحقنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا
وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وأصحابه أجمعين.